എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിന്റെ ബാലകാണ്ഡത്തിലെ 20ാമത്തെ സർഗത്തില് 20 മുതൽ 28 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. ഈ ശ്ലോകങ്ങളില് ആദ്യത്തെ എല്ലാ ശ്ലോകങ്ങളിലും, അതായത് 27ാമത്തെ ശ്ലോകം വരെയുള്ളതിലൊക്കെ അനുഷ്ടുപ്പ് വൃത്തമാണുള്ളത്. 28ാമത്തെ ശ്ലോകത്തില് പുഷ്പിതാഗ്ര വൃത്തമാണുള്ളത്. ഇവിടെ ദശരഥനും വിശ്വാമിത്രനും തമ്മിലുള്ളതായ സംഭാഷണത്തിനെ പറ്റിയിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തന്റെ മകനെ തരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ, അത് മാത്രമല്ല ആരൊക്കെയാണ് ഈ രാക്ഷസന്മാര് എന്ന് പറഞ്ഞപ്പോൾ അതിനുള്ള മറുപടി വിശ്വാമിത്രൻ വിശദമായിട്ട് പറഞ്ഞു കൊടുത്തു. ഇപ്പോൾ ആക്രമിക്കാൻ വരുന്നത് മാരീചനും സുബാഹുവുമാണ് എങ്കിലും അവർക്കൊക്കെ പ്രചോദനമായിട്ട് വർത്തിക്കുന്നത് ലങ്കാധിപതിയായിട്ടുള്ള രാവണനാണ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. അതൊക്കെ കേട്ടതോട് കൂടിയിട്ട് ദശരഥന് കൂടുതൽ വിഷമാവുകയുണ്ടായത്. വലിയ വലിയ രാക്ഷസന്മാരോടൊക്കെ എങ്ങനെയാണ് ഈ വളരെ ചെറിയ കുട്ടിയായിട്ടുള്ള രാമൻ അവരെയൊക്കെ എതിർത്ത് നിൽക്കുക, അവരെയൊക്കെ യുദ്ധം ചെയ്ത് ഓടിക്കുക? രാമനെ പറ്റിയിട്ട് ദശരഥന് ഒന്നും അറിയില്ലല്ലോ, തന്റെ പുത്രൻ എന്നുള്ള ആ ബുദ്ധി മാത്രമേ ഉള്ളൂ. അപ്പോ ആ കാര്യങ്ങളൊക്കെയാണ് അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നത്. നമുക്ക് ആദ്യം 20ാമത്തെ ശ്ലോകം നോക്കാം. ഇത്യുക്തോ മുനിനാഥേന രാജോ വാചമുനിം തദാ നഹി ശക്തോസ്മി സംഗ്രാമേ സ്ഥാതും തസ്യ ദുരാത്മന. ഇത്യുക്തോ മുനിനാഥേന രാജ, ഇപ്രകാരം വിശ്വാമിത്ര മുനിയാൽ പറയപ്പെട്ടവനായിട്ടുള്ള ആ രാജാവ് ദശരഥൻ മുനിം തദാ ഉവാച, അത് കേട്ട ഉടനെ തന്നെ ഇപ്രകാരം പറഞ്ഞു, മറുപടി പറഞ്ഞു. എന്താ പറയണത്? നഹി ശക്തോസ്മി സംഗ്രാമേ സ്ഥാതും തസ്യ ദുരാത്മന. തസ്യ ദുരാത്മന സംഗ്രാമേ, ആ ദുരാത്മാവുമായിട്ടുള്ള, ഇവിടെ രാവണനെ പറ്റി തന്നെയാണ് പറയണത്. രാവണനോട് എതിർക്കുക, യുദ്ധത്തിൽ രാവണനെ തോൽപ്പിക്കുക, രാവണനോട് എതിർത്ത് യുദ്ധം ചെയ്യുക എന്നുള്ള കാര്യത്തിലൊന്നും അഹം ന ശക്തഃ അസ്മി, എനിക്ക് അതിനുള്ള ശക്തിയൊന്നുമില്ല. അതായത് രാവണൻ എന്ന് പറഞ്ഞാല് കൂടയോധികളിൽ ഒന്നാമനാണ്, രാക്ഷസനാണ്, ബ്രഹ്മാവിന്റെ അടുത്ത് നിന്ന് വരങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്, പോരാത്തതിന് മഹാബലനാണ്, മഹാവീര്യനാണ് എന്നൊക്കെ പലതവണ വിശ്വാമിത്രൻ എടുത്തെടുത്ത് പറഞ്ഞു. അങ്ങനെയുള്ള ഒരു രാക്ഷസനോട് എതിരിടാൻ എന്നെ കൊണ്ടൊന്നും വയ്യേ, എനിക്ക് മാത്രമല്ല രാമനെ കൊണ്ടും പറ്റില്ല, രാമൻ ചെറിയ കുട്ടിയാണ്, അതുകൊണ്ട് അതൊന്നും സാധ്യമാവില്ല എന്നുള്ള അർത്ഥത്തിലാണ് ദശരഥൻ പറയണത്. നഹി ശക്തോസ്മി സംഗ്രാമേ സ്ഥാതും, ഈ യുദ്ധത്തില് രാവണനോട് എതിരിടാൻ ഞങ്ങൾക്ക് ആർക്കും സാധ്യമല്ല, പറ്റില്ല കേട്ടോ എന്ന്. അതുകൊണ്ട് അല്ലയോ മഹാമുനെ, അങ്ങ് ഞങ്ങളോട് പ്രസാദിക്കണേ. അതാണ് 21ാമത്തെ ശ്ലോകത്തില്. സത്വം പ്രസാദം ധർമ്മജ്ഞ കുരുഷ്വ മമ പുത്രകേ മമ ശൈവാൽപഭാഗ്യസ്യ ദൈവതം ഹി ഭവാൻ ഗുരു. അതുകൊണ്ട് മമ പുത്രകേ, എന്നോടും എൻ്റെ മകനോടും അങ്ങ് പ്രസാദം കുരുഷ്വ, ഞങ്ങളോട് പ്രസാദിക്കണേ. ഞങ്ങളോട് പ്രസാദിക്കണേ എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആദ്യം ഞാൻ പലതും ഏറ്റു, എന്ത് വേണമെങ്കിലും ചെയ്തു തരാം എന്നൊക്കെ പറയുണ്ടായല്ലോ, അതുകൊണ്ട് ഇപ്പോ എനിക്ക് പറയാൻ വിഷമമുണ്ട്, അങ്ങക്ക് വേണ്ട കാര്യങ്ങൾ എന്നെ കൊണ്ട് ചെയ്തു തരാൻ പറ്റില്ല എന്നുള്ളത്. അതുകൊണ്ട് അങ്ങ് എന്നോടും ദേഷ്യം വിചാരിക്കരുത്, എൻ്റെ പുത്രനോടും ദേഷ്യം വിചാരിക്കരുത്, ഞങ്ങളോട് പ്രസാദം കാണിക്കണേ, ഞങ്ങളോട് കനിഞ്ഞരുളണേ, ഞങ്ങൾക്ക് ഇതൊന്നും സാധിക്കില്ല എന്ന് ദശരഥൻ പറയാണ്. മമച ഏവ അല്പഭാഗ്യസ്യ ദൈവതം ഹി ഭവാൻ ഗുരു. അല്പഭാഗ്യനായിട്ട്, എനിക്ക് വളരെ കുറച്ച് ഭാഗ്യമേ ഉള്ളൂ, ആദ്യകാലങ്ങളിലൊന്നും വേണ്ടത്ര ഭാഗ്യം എനിക്ക് ഉണ്ടായില്ല. ഈ വയസ്സാം കാലത്താണ് 4 മക്കൾ ജനിച്ചത്, അവരുടെ കൂടെ ജീവിക്കണമെന്ന് എനിക്കൊരു മോഹമുണ്ട്. അപ്പോ അതിൻ്റെ ഇടയ്ക്ക് ഈ യുദ്ധത്തിലേക്കൊക്കെ കുട്ടികളെ പിടിച്ച് വലിച്ചു കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ എനിക്ക് പിന്നെ ജീവിക്കണം എന്ന് തന്നെ ഇല്ല, രാമൻ അടുത്തില്ലെങ്കിൽ തന്നെ ഞാൻ മരിച്ചു പോകും എന്നൊക്കെ ആദ്യമേ തന്നെ ദശരഥൻ പറയണ്ടായി. അതുകൊണ്ട് അല്പഭാഗ്യനായിട്ടുള്ള എനിക്ക് അങ്ങയോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, അങ്ങാണ് ഞങ്ങളുടെ ദേവൻ, അങ്ങാണ് ഞങ്ങളുടെ ഗുരു, എൻ്റെ കണ്ട ദൈവമാണ് അങ്ങ്, അങ്ങ് എൻ്റെ ഗുരുവുമാണ്. അതുകൊണ്ട് എനിക്ക് വേണ്ടത്ര ഉപദേശങ്ങൾ തന്ന്, അല്ലെങ്കിൽ എന്നെ ഞാൻ പറഞ്ഞ തെറ്റായിട്ടുള്ള വാക്കുകൾ അത് കേട്ടിട്ട് എന്നെ ശപിക്കുകയോ അല്ലെങ്കിൽ എന്നോട് ദേഷ്യപ്പെടുകയൊന്നും ചെയ്യാതെ അത് ഞാൻ പൊറുത്തു, ഞാൻ ക്ഷമിച്ചു എന്നുള്ളത് ഒന്ന് സമ്മതിച്ചു തരണേ എന്നാണ് ദശരഥൻ താണുകയാണ് വിശ്വാമിത്രനോട് ആവശ്യപ്പെടുന്നത്. എന്നിട്ട് പറയാണ്, മനുഷ്യരുടെ കാര്യം, ഈ ഒരു രാക്ഷസന്റെ കൂടെ എങ്ങനെ മനുഷ്യർ യുദ്ധം ചെയ്യാനാ? ദേവദാനവഗന്ധർവായക്ഷ പതകപന്നക ന ശക്താ രാവണം സോഢും കിം പുനർമാനവായുധി. ഇതാണ് 22ാമത്തെ ശ്ലോകം.
ദേവന്മാര്, ദാനവന്മാര്, ഗന്ധർവന്മാര്, യക്ഷന്മാര്, പതകങ്ങള്, പന്നകങ്ങള്, ഇങ്ങനെ കുറെ ആൾക്കാര് ആരൊക്കെ വിചാരിച്ചിട്ടും രാവണനെ തോൽപ്പിക്കാൻ സാധിച്ചില്ല. യുദ്ധത്തിൽ അവർക്കൊന്നും എതിരിട്ട് നിൽക്കാൻ പോലും പറ്റണില്ല. ആരൊക്കെയാണ്? ദേവന്മാരുണ്ട്, മറ്റു ദാനവന്മാരുണ്ട്, അസുരന്മാരുണ്ട്, ഗന്ധർവന്മാരുണ്ട്, യക്ഷന്മാര്, പതകങ്ങൾ എന്ന് പറഞ്ഞാല് ഗരുഡനെ പോലെയുള്ള ശക്തന്മാരായിട്ടുള്ള പക്ഷികളുണ്ട്, പന്നകങ്ങള് വലിയ വാസുകി, അനന്തൻ പോലെയുള്ള സർപ്പങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് പോലും തോൽപ്പിക്കാൻ പറ്റാത്തവനായ അങ്ങനെയുള്ള രാവണനോട് എതിരിടാൻ കഥം കിം പുനർമാനവാഹ യുധി, യുദ്ധത്തില് മാനവന്മാരെന്ത് ചെയ്യാനാണ്? ന ശക്താ രാവണം സോഢും, ഇവരാരും രാവണനെ സഹിക്കാൻ, രാവണനോട് യുദ്ധം ചെയ്യാൻ ശക്തന്മാരായി ഭവിച്ചില്ല. പിന്നെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ കാര്യം പറയാനുണ്ടോ? കിം പുനർമാനവായുധി, യുദ്ധത്തിലെ മനുഷ്യരുടെ കാര്യം എന്താവും എന്നുള്ളത് പറയാൻ തന്നെയില്ല. എപ്പോ കൊന്നു എന്ന് ചോദിച്ചാൽ മതി മനുഷ്യരെയൊക്കെ തന്നെ രാവണൻ. അപ്പോ ദേവന്മാർക്ക് പോലും പറ്റാത്തതായിട്ടുള്ള കാര്യത്തില് എന്നെയോ എന്റെ സൈന്യങ്ങളെയോ രാമനെയോ വേണം എന്നങ്ങ് ആവശ്യപ്പെടരുതേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. 23-ാമത്തെ ശ്ലോകം നോക്കാം. സതു വീര്യവതാം വീര്യമാദത്തേ യുധിരാവണ തേന ചാഹം ന ശക്തോസ്മി സംയോദ്ധും തസ്യ വാബലൈഹി. ഇവിടെ രാമന്റെ കാര്യം പറയണമെന്നില്ല, ഞാനും എന്റെ സൈന്യവും എന്ന് മാത്രമായി ഈ ദശരഥന്റെ പറയല്. സതു രാവണ, ആ രാവണനാകട്ടെ വീര്യവതാം വീര്യം യുധി ആദത്തെ, ആരാണോ തനിക്കെതിരെ നിന്ന് യുദ്ധം ചെയ്യുന്നത് അവരുടെ വീര്യം കൂടി സ്വാംശീകരിക്കും എന്നും കേട്ടിട്ടുണ്ട്. അതായത് യുദ്ധം ചെയ്യാൻ ഒപ്പത്തിനൊപ്പം ശക്തിയുള്ള ആൾക്കാരാണ് രാവണനോട് എതിരിടുന്നത് എങ്കിൽ പോലും അവരുടെ ശക്തി കൂടി രാവണൻ സ്വാംശീകരിക്കും. പിന്നെ എങ്ങനെയാണ് ഈ മറുപക്ഷക്കാർക്ക് രാവണനെ എതിർക്കാൻ പറ്റണത്, രാവണനെ തോൽപ്പിക്കാൻ പറ്റണത്? വീര്യവതാം വീര്യം ആദത്തെ, വീര്യവാന്മാരുടെ വീര്യങ്ങളൊക്കെ രാവണൻ സ്വാംശീകരിക്കാറുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തേനച അഹം ന ശക്തഃ അസ്മി, അതുകൊണ്ട് ഞാൻ രാവണനോട് എതിരിടാൻ ശക്തനല്ല, എനിക്ക് ആ രാവണനുമായിട്ട് യുദ്ധം ചെയ്യാൻ സാധിക്കുകയില്ല. മാത്രല്ല അതാണ് സംയോദ്ധം ശക്തഃ ന അസ്മി തസ്യവാ ബലൈഹി, എന്റെ ബലങ്ങളോട് കൂടിയിട്ട് രാവണനോടും രാവണന്റെ സൈന്യത്തോടും എതിരിടുക എന്നുള്ളത് ഞങ്ങളെ കൊണ്ട് പറ്റണ കാര്യമല്ല. അതുകൊണ്ട് ഈ ഒരു ഉദ്യമത്തിൽ നിന്ന് പിന്തിരിയണേ എന്ന് വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. അതാണ് 24-ാമത്തെ ശ്ലോകം നോക്കാം. സബലോ വാ മുനിശ്രേഷ്ഠ സഹിതോ വാ മമാത്മജൈഹി കഥമപ്യമരപ്രഖ്യം സംഗ്രാമാണാമകോവിദം. 25-ാമത്തെ ശ്ലോകം കൂടി പറയാം. ബാലം മേ തനയം ബ്രഹ്മൻ നൈവ ദാസ്യാമി പുത്രകം അഥ കാലോപമൗ യുദ്ധേ സുതൗ സുന്ദോപസുന്ദയോ. ഇവർക്ക്, അതായത് ഈ രാക്ഷസന്മാർക്ക് കഠിനമായിട്ടുള്ള ശക്തിയുണ്ട്. മാത്രമല്ല രാവണന്റെ കാര്യം പറയും വേണ്ട. സബലോ വാ മുനിശ്രേഷ്ഠ സഹിതോ വാ മമ ആത്മജൈഹി. സബല എന്ന് പറഞ്ഞാൽ സൈന്യത്തോട് കൂടിയവനായാലും വേണ്ടില്ല, ആത്മജൈ സഹിത, എന്റെ മക്കളോട് കൂടിയിട്ടായാലും വേണ്ടില്ല. അല്ലയോ മുനിശ്രേഷ്ഠ, എങ്ങനെയാണ് ഈ രാവണനോട് യുദ്ധം ചെയ്യുക? ആർക്കും തോൽപ്പിക്കാൻ പറ്റാത്തവനായിട്ടുള്ള രാവണനെ ഈ സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യരായിട്ടുള്ള ഞാനും എന്റെ സൈന്യവും എന്റെ പുത്രനും കൂടിയിട്ട് എങ്ങനെ തോൽപ്പിക്കാനാണ്, എങ്ങനെ വധിക്കാനാണ്? അതൊന്നും സാധ്യല്ല എന്ന് പറയാണ്. മാത്രമല്ല എന്റെ പുത്രൻ എങ്ങനെയുള്ള ആളാണ്? കഥമപി അമരപ്രഖ്യം സംഗ്രാമാണാം അഗോവിദം ബാലം മേ തനയം ബ്രഹ്മൻ നൈവ ദാസ്യാമി പുത്രകം. അമരപ്രഖ്യം കണ്ടാൽ ദേവനെ പോലെ ഇരിക്കുന്നവൻ, ദേവസദൃശനും, അതുപോലെ തന്നെ യുദ്ധം ചെയ്ത് യാതൊരു ശീലവും ഇല്ലാത്തവൻ, അതാണ് സംഗ്രാമാണാം അകോവിദം. കോവിദ എന്ന് പറഞ്ഞാല് അറിവുള്ളവൻ, അകോവിദ എന്ന് പറഞ്ഞാൽ ഒന്നും അറിയാത്തവൻ, യുദ്ധത്തെ പറ്റിയിട്ട് ഒന്നും അറിയാത്തവനായിട്ടുള്ള ബാലം മേ തനയം, വളരെ കുട്ടിയായിട്ടുള്ള 16 വയസ്സ് തികഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞല്ലോ, അങ്ങനെയുള്ള എന്റെ മകനെ ഞാൻ എന്ത് ചെയ്യില്ല, ന ദാസ്യാമി മമ പുത്രകം അഹം ന ദാസ്യാമി, രാവണനുമായിട്ട് അല്ലെങ്കിൽ രാവണന്റെ കൂട്ടുകാരുമായിട്ട് യുദ്ധം ചെയ്യാൻ എന്റെ മകനെ തരണ പ്രശ്നം ഉദിക്കുന്നേയില്ല. മാത്രല്ല ഈ മാരീചനും സുബാഹുവും അവരും എങ്ങനെയുള്ളവരാണ്? അഥ കാലോപമൗ യുദ്ധേ സുതൗ സുന്ദോപസുന്ദയോ.
ഉപസുന്ദന്മാരുടെ പുത്രന്മാരായിട്ടുള്ള 2 രാക്ഷസന്മാരുടെ പേര് പറഞ്ഞുല്ലോ, മാരീചനും സുബാഹുവും. അവര് രണ്ടുപേരും കാലോപമന്മാരാണ്. കാലോപമൻ എന്ന് പറഞ്ഞാല് അവര് ആർക്ക് നേരെ യുദ്ധം ചെയ്യുന്നുവോ അവരെയൊക്കെ വധിക്കും. അവര് കാലന്മാരാണ് യുദ്ധത്തില്. കാലൻ എന്ന് പറഞ്ഞാല് മരണത്തിന്റെ ദേവതയാണ്. അപ്പോൾ ആർക്കെതിരെ അവര് യുദ്ധം ചെയ്യുന്നു അവരെ ഈ മാരീചനും സുബാഹുവും വധിക്കും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. അങ്ങനെയൊക്കെയുള്ള അവസരത്തിൽ ഇതൊക്കെ അറിഞ്ഞിട്ട് അങ്ങ് എന്റെ പുത്രനെ എന്തിനാണ് യുദ്ധത്തിന് കൊണ്ടുപോണത് എന്നുള്ളതാണ് ദശരഥന്റെ ചോദ്യം. അതാണ് 26ാമത്തെ ശ്ലോകം നോക്കാം. യജ്ഞവിഘ്നകരൗ തൗ തേ നൈവ ദാസ്യാമി പുത്രകം മാരീചശ്ച സുബാഹുശ്ച വീര്യവന്തൗ സുശിക്ഷിതൗ തയോരന്യതരം യോദ്ധും യാസ്യാമി സസുഹൃദ്ഗണ അന്യഥാ ത്വനുനേഷ്യാമി ഭവന്തം സഹബാന്ധവ. ഇവിടെ പറയാണ്, ഇവര് ഇപ്പോൾ ഈ യജ്ഞത്തിന് വിഘ്നമുണ്ടാക്കാൻ അങ്ങയുടെ അടുത്തേക്ക്, വിശ്വാമിത്രന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത് 2 പേരാണല്ലോ, മാരീചനും സുബാഹുവും. അവർക്കെതിരെ പോരാടാനൊന്നും എന്റെ മകനെ കിട്ടില്ല കേട്ടോ. മാത്രമല്ല അവര് സുശിക്ഷിതവും, വേണ്ടാത്തത് കാണിക്കാൻ നല്ലവണ്ണം പരിശീലനം കിട്ടിയിട്ടുള്ള ആൾക്കാരാണ്. രാവണൻ പറയണതിനനുസരിച്ച് സൽക്കർമ്മങ്ങൾക്കൊക്കെ എതിരെ നിൽക്കുന്ന ആൾക്കാരാണ്. അതുപോലെ തന്നെ ചതി യുദ്ധം ചെയ്യാൻ അറിയുന്ന ആൾക്കാരാണ്. അവർക്കെതിരായിട്ടൊന്നും ചെയ്യാൻ എന്നെ കൊണ്ടാവില്ല, എനിക്ക് സാധ്യമല്ല. എനിക്കെന്ന് മാത്രമല്ല എൻ്റെ മക്കൾക്കും അതുപോലെ സൈന്യങ്ങൾക്കും ഒന്നും സാധ്യമല്ല, എൻ്റെ മകനെ തരില്ല. ആദ്യമൊക്കെ പറഞ്ഞത് മകനെ കൊണ്ടുപോകരുതേ എന്നാണ്. ഈ ഒരു സർഗം അവസാനിക്കാറായപ്പോഴേക്കും വാക്കിന്റെ കാഠിന്യം ഒന്നുകൂടി, ഞാൻ മകനെ തരില്ല എന്നായി. അതാണ് നൈവദ അസ്യാമി പുത്രകം. അതന്നെയാണ് 26ാമത്തെ ശ്ലോകത്തിലും അതന്നെയാ പറയണത്, നൈവദ അസ്യാമി പുത്രകം. ഇനി അങ്ങനെയൊന്നല്ല, ഈ 2 പേരിൽ ഒരാളെ വേണമെങ്കിൽ ഞാൻ എതിരിടാം. അതാണ് തയോരന്യതരം യോദ്ധും യാസ്യാമി സസുഹൃദ്ഗണ. സുഹൃത്തുക്കളോട് കൂടിയിട്ട്, സൈന്യങ്ങളോട് കൂടിയിട്ട് ഈ പറഞ്ഞ മാരീചനും സുബാഹുവും അവരിൽ ഒരാളായിട്ട് വേണമെങ്കിൽ യുദ്ധത്തിന് ഞാൻ വരാം. അല്ലാതെ അവരെ എല്ലാവരെയും, രാവണനെയും ഒന്നും തോൽപ്പിക്കാൻ ഞങ്ങളെ കൊണ്ടൊന്നും ആവില്ല. അന്യഥ, ഇനി ഇതൊന്നും അങ്ങേക്ക് സമ്മതമാവില്ല എന്നാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം? ഭവന്തം സഹബാന്ധവ അഹം തു അനുനേഷ്യാമി. അങ്ങയെ ബന്ധുക്കളോട് കൂടിയിട്ട് ഇവിടെ ഉള്ളവരെല്ലാവരും കൂടി ചേർന്നുകൊണ്ട് അങ്ങയെ അനുനയിപ്പിക്കാം. അങ്ങ് ഞങ്ങളോട് കരുണ കാണിക്കണേ. ഞാൻ അബദ്ധവശാല് പറഞ്ഞതാണ്, എന്ത് വേണമെങ്കിൽ ചെയ്തു തരാം എന്നൊക്കെ. പക്ഷെ ഈ പറഞ്ഞ കാര്യം എന്നെ കൊണ്ട് ചെയ്തു തരാൻ സാധ്യമാവില്ലല്ലോ. അങ്ങ് അനുനയിക്കണം. അതിനായിട്ട് ഞാൻ എന്ത് വേണമെങ്കിൽ ചെയ്യാം എന്നാണ് ദശരഥൻ പിന്നെയും വിശ്വാമിത്രനോട് പറയണത്. നമുക്ക് 28ാമത്തെ ശ്ലോകം കൂടി നോക്കാം. ഇതി നരപതി ജൽപ്പനാദ്വിജേന്ദ്രം കുശികസുതം സുമഹാൻ വിവേശമന്യു സുഹൃതൈവ മഖേഗ്നിരാജ്യസിക്ത സമഭവദുജ്വലിതോ മഹർഷിവന്നി. ഇങ്ങനെയൊക്കെ പറയണത് അങ്ങോട്ട് കേട്ടതോട് കൂടിയിട്ട് വിശ്വാമിത്രന്റെ കഠിനമായിട്ട് അങ്ങോട്ട് ദേഷ്യം വന്നു. അതാണ് ഇതി നരപതി ജൽപ്പനാത്. നരപതി വെറുതെ കിടന്ന് ജൽപ്പനം ചെയ്യാണ്. ജൽപ്പനം ചെയ്യാന്ന് വെച്ചാൽ പിച്ചും പെയ്യും പറയാ. മകനെ കൊണ്ടുവരുതേ എന്നിങ്ങനെ ആവർത്തിച്ച് പറയാ. മകന്റെ ശക്തിയെ പറ്റിയിട്ടും അറിയില്ല. രാവണൻ മുതലായിട്ടുള്ള രാക്ഷസന്മാരെ എങ്ങനെ ഒതുക്കണം, അവരെ എങ്ങനെ തോൽപ്പിക്കണം എന്നുള്ളതും ദശരഥനും ഒന്നും അറിയില്ല. മക്കളോടുള്ള വാത്സല്യ ആധിക്യം കാരണം ബാക്കിയൊക്കെ മറന്നുപോയി ആ രാജാവ്. അതുകൊണ്ട് ആ ദശരഥന്റെ ജൽപ്പനങ്ങളൊക്കെ കേട്ടതോടു കൂടിയിട്ട് കുശികസുതം ദ്വിജേന്ദ്രം സുമഹാൻമന്യു വിവേശ. ആ ദ്വിജേന്ദ്രന്റെ ശരീരത്തിലേക്ക്, മനസ്സിലേക്ക്, അതായത് വിശ്വാമിത്രന്റെ മനസ്സിലേക്ക് ദേഷ്യം കുതിച്ചു പ്രവേശിച്ചു. സുമഹാൻമന്യു വിവേശ, ദേഷ്യമാണ് അവിടെ കർത്താവ്. ആ കുശികസുതന്റെ, വിശ്വാമിത്രന്റെ മനസ്സിലേക്ക് ദേഷ്യം ഇരച്ചു കയറി. പറഞ്ഞതൊക്കെ മാറ്റി പറയല്ലേ ദശരഥൻ ചെയ്യണത്. അതുകൊണ്ട് വിശ്വാമിത്രന് കഠിനമായിട്ട് ദേഷ്യം വന്നു. ആ വിശ്വാമിത്രൻ എങ്ങനെയാണ് ആയിത്തീർന്നത്? സുഹൃതൈവമഖേ അഗ്നിരാജ്യസിക്ത. നല്ല ഭംഗിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന യാഗത്തില് ആ യാഗാഗ്നി കുറച്ചുകൂടി ആദ്യം എന്ന് വെച്ചാൽ നെയ്യാണ്. നെയ്യ് ഒഴിക്കുമ്പോൾ എങ്ങനെയാണോ തീ ആളി കത്തുന്നത്, അതാണ് സുഹൃത ഇവ മഖേ, സുഹൃതേ മഖേ. നന്നായി അർപ്പിക്കപ്പെടുന്ന യാഗകർമ്മത്തില് നെയ്യ് ഒഴിച്ചത് കൊണ്ട് ആളിക്കത്തുന്ന അഗ്നി പോലെ മഹർഷിവന്നി എന്നുള്ളത് രൂപകാലങ്കാരത്തിൽ പറയാണ്. മഹർഷിവന്നി തന്നെയാണ്, അഗ്നിയായി തീർന്നു വിശ്വാമിത്രൻ. അങ്ങനെ ആ വിശ്വാമിത്രൻ
ഉജ്ജ്വലിതോ സമഭവത്, കത്തി ആളാൻ തുടങ്ങി. അതായത് ദശരഥന്റെ നേർക്ക് ശപിച്ച് ഭസ്മമാക്കാൻ തക്കവണ്ണം ദേഷ്യത്തോടു കൂടിയിട്ട് സമീപിച്ചു. അതുകൊണ്ടാണ് മഹർഷി വന്നി എന്നുള്ളത് സമസ്ത പദമായിട്ട് പ്രയോഗിച്ചത്. മഹർഷി വന്നിയെ പോലെയായിരുന്നു, അല്ലെങ്കിൽ വന്നിക്ക് എന്തായിരുന്നോ ആളിക്കത്തൽ അതുപോലെ മഹർഷി ദേഷ്യപ്പെട്ടു എന്നൊന്നും അല്ല പറഞ്ഞത്. മഹർഷിയാകുന്ന വന്നി അങ്ങട് കത്തി ആളാൻ തുടങ്ങി, കത്തി ജ്വലിക്കാൻ തുടങ്ങി ദേഷ്യം കൊണ്ട് എന്ന് പറഞ്ഞ് ഈ ഒരു സർഗം അവസാനിപ്പിക്കുകയാണ്. വിശ്വാമിത്രന്റെ ബാക്കി വാക്കുകളൊക്കെ അടുത്ത സർഗത്തില് പിന്നീട് നമുക്ക് പഠിക്കാം. ഇന്നത്തെ ശ്ലോകങ്ങള് ഒന്നുകൂടി ചൊല്ലി നോക്കാം. ഇത്യുക്തോ മുനിനാ തേന രാജോവാച മുനിം തദാ നഹി ശക്തോസ്മി സംഗ്രാമേ സ്ഥാതും തസ്യ ദുരാത്മനഃ സത്വം പ്രസാദം ധർമ്മജ്ഞ കുരുഷ്വ മമ പുത്രകേ മമ ചൈവാൽപഭാഗ്യസ്യ ദൈവതം ഹി ഭവാൻ ഗുരു. ദേവദാനവഗന്ധർവാ യക്ഷാഃ പദകപന്നഗാഃ ന ശക്താ രാവണം സോഢും കിം പുനർമാനവായുധി സതു വീര്യവതാം വീര്യമാദത്തേ യുധി രാവണ തേന ചാഹം ന ശക്തോസ്മി സംയോദ്ധും തസ്യ വാ ബലൈഃ സബലോ വാ മുനിശ്രേഷ്ഠ സഹിതോ വാ മമാത്മജൈഃ കഥമപ്യമരപ്രഖ്യം സംഗ്രാമാണാമകോവിദം ബാലം മേ തനയം ബ്രഹ്മന്നൈവ ദാസ്യാമി പുത്രകം അഥ കാലോപമൗ യുദ്ധേ സുതൗ സുന്ദോപസുന്ദയോഃ യജ്ഞവിഘ്നകരൗ തൗ തേ നൈവ ദാസ്യാമി പുത്രകം മാരീചശ്ച സുബാഹുശ്ച വീര്യവന്തൗ സുശിക്ഷിതൗ തയോരന്യതരം യോദ്ധും യാസ്യാമി സസുഹൃദ്ഗണ അന്യഥാ ത്വനുനേഷ്യാമി ഭവന്തം സഹ ബാന്ധവ ഇതി നരപതി ജൽപ്പനാ ദ്വിജേന്ദ്രം കുശികസുതം സുമഹാൻ വിവേശമന്യു സുഹൃദൈവമഖിഗ്നിരാജ്യസിക്ത സമഭവതുജ്വലിതോ മഹർഷി വന്നി. ഇങ്ങനെ 20ാമത്തെ സർഗം ഇവിടെ തീരാണ്. ബാക്കി ശ്ലോകങ്ങൾ അടുത്ത ദിവസം നമുക്ക് നോക്കാം. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്ന് നിർത്തട്ടെ. നന്ദി.